അത് രഹസ്യം പറയട്ടെ. ഓഫ് പ്രമാണിച്ച് നമ്മുടെ സാനിറ്ററിയിൽ വമ്പൻ ഓഫറാണ് വന്നിട്ടുള്ളത്. ഞാൻ നിൽക്കുന്നത് കീഴിലെ കനക ജംഗ്ഷനിലുള്ള സാനിക്ലീനിലാണ്. അവർ നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന വമ്പൻ പ്രോഡക്റ്റുകളാണ്. സാനിക്ലീൻ നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് അറിയേണ്ടത്. യൂസ്ഫുൾ ആയിട്ടുള്ള വീട്ടിലും അതുപോലെ ഷോപ്പിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. നമുക്കിവിടെ ഷോപ്പ് നടത്തുന്ന ദിനേശ് ചേട്ടനെ പരിചയപ്പെടാം. അപ്പൊ ചേട്ടാ നമസ്കാരം. നമ്മുടെ ഈ പ്രോഡക്റ്റുകളുടെ എന്തൊക്കെയാണ് ക്വാളിറ്റി അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? സാധാരണ ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്നത് വീടുകളിൽ ഉപയോഗിക്കുന്ന വീട്ടിലുണ്ടാവുന്ന വേസ്റ്റുകൾ കത്തിക്കുന്നത്. അതുകൊണ്ട് പ്രധാനമായിട്ട് ഡയപ്പർ, ബേബി ഡയപ്പർ, അഡൽട്ട് ഡയപ്പർ അങ്ങനെയുള്ള സാധനങ്ങൾ നശിപ്പിക്കാനായിട്ട് ഏറ്റവും വിഷമമുള്ള ഒരു കാലഘട്ടമാണ്. ഈ മഴക്കാലത്തൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. അതുകൊണ്ട് അത് കത്തിച്ചു കളയാനുള്ള സാധനങ്ങളാണ് ഇവിടെ അത്യുള്ളത്. പിന്നെ ഇത് കൂടാതെ പല മോഡലുകളുണ്ട് ഇവിടെ. എന്താണ് ചേട്ടാ ഇതാണ് എയർ വർക്സ് ഇൻസിനറേറ്റർ എന്ന് പറയുന്ന സാധനം. ഇത് ബേബി ഡയപ്പർ, വീട്ടിലുണ്ടാവുന്ന എല്ലാ വേസ്റ്റുകളും കത്തിക്കാം, ഡിസ്പോസ് ചെയ്യാൻ പറ്റും. ഇത് അഡൽട്ട് ഡയപ്പർ ആവശ്യം കത്തിക്കേണ്ടി വരുമ്പോൾ അതിന് ഹൈറ്റ് കൂടിയ മോഡൽ ഉപയോഗിക്കും. ഇത് 5500 ആണ്. 5500. ഇത് 7500. ഇത് സ്റ്റെയിൻലെസ് ആണ്, തുരുമ്പെടുക്കുകയില്ല. ഇത് തുരുമ്പെടുക്കാനുള്ള സാധ്യതയുള്ള കൂടുതലാണ്. അതാണെങ്കിൽ നമുക്ക് മഴയത്ത് യൂസ് ചെയ്യാൻ പറ്റൂല്ലേ? ഇത് ഇതുകൊണ്ടുണ്ടാവുന്ന സാധനങ്ങൾ കത്തിച്ച് കളയാം, വേസ്റ്റ് കത്തിക്കുക. ഇതിന് മുകളിലേക്ക് പൈപ്പുണ്ട്, 3 മീറ്റർ ഹൈറ്റിൽ പൈപ്പുണ്ട്. പിന്നെ അത് ഡയപ്പറുകൾ കത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഗ്രില്ല് വെച്ചിട്ടുണ്ട് ഉള്ളിൽ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം മച്ചാൽ, അല്ലെങ്കിൽ അത് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് മറ്റു വേസ്റ്റുകളുള്ളെങ്കിൽ ഇടാം. ഒരു പേപ്പർ കത്തിച്ചിട്ട് ഇങ്ങനെ സാധനം കിടന്ന് കത്തിക്കും. അത് ബയോബിൻ എന്ന് പറയും. വീട്ടിലുണ്ടാകുന്ന അടുക്കള മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ളതാണ്. നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതല്ലേ? കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ഉണ്ടോ? ഇത് എനിക്ക് തോന്നുന്നു ഹോട്ടലിൽ ആവശ്യമായിട്ടുള്ള വലിയ സെന്ററുകളിലൊക്കെ വലിയ വലിയ പാത്രങ്ങൾ വെക്കാൻ പറ്റുന്ന 21 രൂപ വില വരും. ദിനേശ് ചേട്ടൻ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് തന്നത്. ചേട്ടാ താങ്ക് യു സോ മച്ച്. ആവശ്യവും അത്യാവശ്യം രണ്ടാണ്. ഇത് നമുക്ക് അത്യാവശ്യം തന്നെയാണ്. ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് ദിനേശ് ചേട്ടന്റെ വീട്ടിലാണ് കേട്ടോ. ഇവിടെയും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഡയപ്പർ ഡിസ്പോസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ചിരട്ട ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴാണ് ഡയപ്പർ ഡിസ്പോസ് ആവാനായിട്ട് എത്ര എളുപ്പമെന്നാണ് ചേട്ടൻ പറയുന്നത്. അതിലുപരി എന്ത് ഡ്രൈ വേസ്റ്റ് ഉണ്ടെങ്കിലും നമ്മുടെ വീട്ടിലെ പേപ്പറോ വേസ്റ്റ് പേപ്പറോ അല്ലെങ്കിൽ തുണിയോ അല്ലെങ്കിൽ കാർഡ്ബോർഡോ എന്തുണ്ടെങ്കിലും നമുക്ക് ഇതിനകത്തിട്ട് ഡിസ്പോസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവരുടെ സ്പെഷ്യാലിറ്റി എന്താണോ, കേരളത്തിൽ എല്ലായിടത്തും തന്നെ ഡെലിവറി അവൈലബിൾ ആണ്. ഇനി ഒരു 5 ചിരട്ട അത് മാത്രം മതി കേട്ടോ. അതുണ്ടെങ്കിൽ നമുക്ക് 35 വരെയും ഡയപ്പർ നമുക്ക് ഡിസ്പോസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഇത് കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് ഡയപ്പർ എല്ലാം ഡിസ്പോസ് ചെയ്തതെന്ന്. അതുപോലെ തന്നെ ഇതിന്റെ വേസ്റ്റ് നമുക്ക് വളമായിട്ട് യൂസ് ചെയ്യാം. അവിടെ മേളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ള ആൾക്കാർ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ.